നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ്. അതിനു വേണ്ടി 3 സബോള എടുത്തിട്ടുണ്ട്, 1 തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച സബോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി ഇതെല്ലാം ഒന്നിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വേവിക്കാൻ വെക്കാം. 4 വിസിലിന് ശേഷം ഇറക്കി വെക്കാം. അടുത്തതായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 സബോള കട്ട് ചെയ്തത് അതിലിട്ട് വഴറ്റുക. അത് വഴറ്റി വരുമ്പോൾ അതിലോട്ട് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്.